Hello everyone, welcome to Disha Academy. RRB Group D 2026 ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വരാനിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ പലർക്കും അറിയാൻ ആഗ്രഹപ്പെടുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന പോലെ പോസ്റ്റുകളെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ്. കാരണം ഫീമെയിൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള പോസ്റ്റ് ഏതാണ്, ഡിസബിലിറ്റി ഫ്രണ്ട്ലി പോസ്റ്റുകൾ ഏതാണ്, ഏത് മെഡിക്കൽ കാറ്റഗറിയിൽ വരുന്നവർക്കാണ് ഈ ഒരു പോസ്റ്റുകൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, ജോബ് നേച്ചർ എന്താണെന്നൊക്കെ തുടങ്ങിയിട്ടുള്ള പോസ്റ്റുകളെ കുറിച്ചിട്ടുള്ള ഒരു കംപ്ലീറ്റ് അവയർനെസ് വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോസ്റ്റിലേക്ക് തന്നെ അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഓരോ ജോലിയുടെ ഓരോ കാറ്റഗറി വൈസ് ഉള്ള പോസ്റ്റുകളുടെയും ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ RRB ഗ്രൂപ്പ് ഡിയുടെ ഒരു ഓവർവ്യൂ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം 10th പാസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം, ഇല്ലെങ്കിൽ ITS സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം, നാഷണൽ അപ്രന്റീഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. പക്ഷേ ബേസിക് ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ മിനിമം ക്വാളിഫിക്കേഷൻ നമുക്ക് വന്നിട്ടുള്ളത് 10th പാസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിലൊരു മാറ്റവും ഇല്ല. ബാക്കിയുള്ളവർക്ക് പ്രത്യേകിച്ച് അഡീഷണൽ പോയിന്റ്സോ അല്ലെങ്കിൽ അഡീഷണൽ ഒരു മാർക്കോ ഒന്നും വരുന്നില്ല. ഒൺലി 10th ക്വാളിഫിക്കേഷൻ ഈസ് നീഡഡ് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം നെയിം ഓഫ് ദ ഓർഗനൈസേഷൻ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ 10th ക്ലാസ് യോഗ്യതയിൽ അവർ നടത്തുന്ന എക്സാമിനേഷനാണ് RRB ഗ്രൂപ്പ് ഡി എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്ക് എന്താണ് ഒരു സെപ്പറേറ്റ് കാറ്റഗറിയിൽ, അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റ് ബേസ് ചെയ്തിട്ടുള്ള ഈ പറയുന്ന പോസ്റ്റുകൾ അവർ എന്ത് ചെയ്തിട്ടുണ്ട്, റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പോസ്റ്റുകൾ എന്താണ്, എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്കുണ്ട്, മെക്കാനിക്കൽ ഉണ്ട്, ഇലക്ട്രിക്കൽ ഉണ്ട്, ട്രാഫിക് ഉണ്ട്, ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ ഇതെല്ലാം രീതിയിലാണ് അവർ എന്ത് ചെയ്തിരിക്കുന്നത്, ഓരോ പോസ്റ്റുകളും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ 22,000 പുറത്ത് വാക്കൻസീസ് ആണ് അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിക്കോളുക. അപ്പം നമുക്ക് നമ്മുടെ സോണിനനുസരിച്ചുള്ള പോസ്റ്റുകൾ കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എന്തായാലും നമ്മുടെ രജിസ്ട്രേഷൻ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 31st ജനുവരി ആണെന്ന് അവർ പറയുന്നുണ്ട്. 31st ജനുവരി തൊട്ട് മാർച്ച് 2 വരെ സമയമുണ്ട്. പക്ഷെ ഇതിനുള്ളിൽ നിങ്ങൾ ഓരോ പോസ്റ്റിൻ്റെയും നേച്ചർ കൃത്യമായി മനസ്സിലാക്കി അതിൻ്റെ റെസ്പോൺസിബിലിറ്റീസും നിങ്ങൾക്ക് പറ്റുന്ന വർക്ക് ഏതാണെന്ന് മനസ്സിലാക്കി നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് മൊത്തത്തിൽ എത്രയാണ്, 5 ഡിപ്പാർട്ട്മെന്റ്സിലേക്കാണ് എന്ത് വരുന്നത്, ഈ പറയുന്ന സെലക്ഷൻസ് വരുന്നത്. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഇന്ന ഡിവിഷനിങ് അനുസരിച്ചിട്ടുള്ള കാറ്റഗറിയിലുള്ള ജോലികൾ അവർ പറഞ്ഞിട്ടുണ്ട്. ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ വരുന്നതാണ് അസിസ്റ്റന്റ് TRD എന്ന് പറയുന്ന പോസ്റ്റ്, അസിസ്റ്റന്റ് ഓപ്പറേഷൻ ഇലക്ട്രിക്കൽ, അസിസ്റ്റന്റ് ലോക്കോ ഷെഡ് ഇലക്ട്രിക്കൽ, അസിസ്റ്റന്റ് TL ആൻഡ് AC എന്ന് പറയുന്ന ജോലികൾ. ഇതെല്ലാം ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ വരുന്നതാണ്. എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിൽ വരുന്നതാണ് ട്രാക്ക് മെയിൻ്റനർ ഗ്രേഡ് 4, അസിസ്റ്റന്റ് PV, അസിസ്റ്റന്റ് ബ്രിഡ്ജ്, അസിസ്റ്റന്റ് ട്രാക്ക് മെഷീൻ. ഇപ്പൊ നമ്മുടെ റിസെന്റ് ആയിട്ട് ഇതിനേക്കാളും കുറേ ഡിപ്പാർട്ട്മെന്റ്സുകളുണ്ട്. പക്ഷെ റിസെന്റ് ആയിട്ടുള്ള നമ്മുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ നിന്നാണ് കൂടുതലും വാക്കൻസീസ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഫിസിക്കലി സ്ട്രെനസ് ആയിട്ടുള്ള ഒരു വർക്കാണ്, അല്ലെങ്കിൽ ഫിസിക്കലി ഔട്ട്ഡോർ ഡ്യൂട്ടീസ് കൂടുതൽ വരുന്ന വർക്കാണ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലാണോ വർക്ക് ചെയ്യാൻ താല്പര്യം, അങ്ങനെയുള്ള ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ആണ് അല്ലെങ്കിൽ കുറച്ചും കൂടെ ഫിസിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഇതാണ് ജോലിയാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ എഞ്ചിനീയറിംഗ് സെലക്ട് ചെയ്യണം. ഇലക്ട്രിക്കൽ ആകുമ്പോൾ കുറച്ചും കൂടെ എന്താണ് ഇൻഡോർ ബേസ് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ്. അതൊക്കെ അത്യാവശ്യം നമ്മുടെ ട്രെയിനിൻ്റെ ഓപ്പറേഷൻസും കാര്യങ്ങളും ഇലക്ട്രിക്കൽ ആയിട്ടുള്ള വർക്ക്സുകളും ലോക്കോ ഷെഡിലെ വർക്കുകളും അതുപോലെ തന്നെ TL ആൻഡ് AC നമ്മുടെ ട്രെയിനിൻ്റെ ലൈറ്റിങ്ങും AC-യുടെയും കാര്യങ്ങളൊക്കെയാണ് അവരെന്ത് ചെയ്യുന്നത്, കൃത്യമായിട്ട് നോക്കുന്നത്. സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ടെലികമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന അസിസ്റ്റന്റ് പോസ്റ്റാണ്. അതും ഓക്കെ ആയിട്ടുള്ള ഒരു പോസ്റ്റാണ്. ട്രാഫിക് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പോസ്റ്റാണ് പോയിന്റ്സ്മാൻ B എന്ന് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണം, പോയിന്റ്സ്മാൻ B-ക്കാണ് A2 കാറ്റഗറിയിലുള്ള ഒരേ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത്. ഗ്രൂപ്പ് ഡിയിൽ A2 കാറ്റഗറിയിൽ വരുന്ന ഒരേ ഒരു പോസ്റ്റാണ് പോയിന്റ്സ്മാൻ B. അത്രത്തോളം ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു റോളാണ് പോയിന്റ്സ്മാൻ വരുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഏറ്റവും കൂടുതൽ വർക്ക്ഷോപ്പ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡ്യൂട്ടീസ് ആണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നതെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചും കൂടെ സമാധാനപരമായിട്ടുള്ള കുറച്ചൊന്ന് സ്വസ്ഥമായിട്ടുള്ള ജോലിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വരേണ്ടത് മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണ്. അസിസ്റ്റന്റ് കാരേജ് ആൻഡ് വാഗൺ എന്ന് പറയുന്നതും അസിസ്റ്റന്റ് വർക്ക്ഷോപ്പ് ആൻഡ് ലോക്കോ ഷെഡ് മെക്കാനിക്കൽ എന്ന് പറയുന്ന ഡ്യൂട്ടിയാണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ ഇത്രയും ഡിപ്പാർട്ട്മെന്റ്സിൽ ഇത്ര ജോലികളാണ് വരുന്നത്. മൊത്തം 12ഓളം പോസ്റ്റുകളാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, എപ്പോഴും വിളിക്കാറുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം ഏത് പോസ്റ്റിലേക്കാണ് കൂടുതൽ വാക്കൻസീസും കാര്യങ്ങളും വരുന്നതെന്ന്. ഏറ്റവും കൂടുതൽ മുന്നത്തേക്ക് ഒരു ട്രെൻഡ് ബേസ് ചെയ്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ട്രാക്ക് മെയിൻ്റനർ ഗ്രേഡ് 4 എന്ന് പറയുന്ന വാക്കൻസിയിലേക്കാണ് ഏറ്റവും കൂടുതൽ ലാർജസ്റ്റ് ഡ്രൈവ് നടക്കുന്നത്, റിക്രൂട്ട്മെന്റ് ഡ്രൈവ് നടക്കുന്നത്. കാരണം എന്താണ്, ഏകദേശം ഈ വരുന്ന 22,000 വാക്കൻസി ഉണ്ടെങ്കിൽ അതിലൊരു പകുതിയോളം വാക്കൻസീസും ഇതിൽ തന്നെയായിരിക്കും വരുന്നത്. ട്രാക്ക് മെയിൻ്റനർ ഗ്രേഡ് 4 എന്ന് പറഞ്ഞ പോസ്റ്റാണ്. എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലാണ് ഇത് വരുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഭയങ്കര എന്താണ്, കുറച്ച് റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള ഒരു ജോലിയാണ് അതിനകത്ത് വരുന്നത്. ഇത് ഫീമെയിൽ ഫ്രണ്ട്ലി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല.
ഫീമെയിൽ ഫ്രണ്ട്ലിയും അല്ല, അതുപോലെ തന്നെ ഡിസബിലിറ്റി ഫ്രണ്ട്ലിയും അല്ല കേട്ടോ. ഡിസബിലിറ്റി ഫ്രണ്ട്ലിയും അല്ല, ഫീമെയിൽ ഫ്രണ്ട്ലിയും അല്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. കുറച്ച് ഇച്ചിരി ടാസ്ക് ആയിട്ടുള്ള ജോലികളാണ് ഇതിനകത്ത് വരുന്നത്. ഇതിനെന്താണ് റെയിൽവേ ട്രാക്ക് ഇൻഫ്രാസ്ട്രക്ചറും സേഫ് ട്രെയിൻ ഓപ്പറേഷൻസും ഒക്കെ നടത്തുന്നത്, ട്രാക്കിന്റെ മെയിൻ്റനൻസ് തുടങ്ങിയുള്ള പല കാര്യങ്ങളും ചെയ്യുന്നത് അവരാണ്. കുറച്ച് എന്താണ് സീരിയസ് ആയിട്ടുള്ള റോളാണ് അവരെന്ത് ചെയ്യുന്നത് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ആലോചിക്കുക. അപ്പോൾ ഇത് ബോയ്സിനൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ ഇതിനാണ് കൂടുതൽ വാക്കൻസി വരുന്നത്. അപ്പോൾ നിങ്ങൾ വാക്കൻസി അനുസരിച്ചാണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ വരുന്നതാണ് പോയിന്റ്സ്മാൻ ബി. 5000 വാക്കൻസി അടുപ്പിച്ച് വരുന്ന വാക്കൻസിയാണ് പോയിന്റ്സ്മാൻ ബി എന്ന് പറയുന്നത്. ഇത് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ജോലിയാണ്. കുറച്ചൊത്തി എന്താണ് ഒരു ഓപ്പറേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വർക്കാണ്, ഒരു ക്രിട്ടിക്കൽ റോളാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മൾ സീരിയസ് ആയിട്ട് കണ്ട് വർക്ക് ചെയ്യേണ്ട ഒരു ജോലിയാണ്. പക്ഷേ ഇതിന് എന്ത് വേണം? A2 സ്റ്റാൻഡേർഡ് വേണം. അതായത് കണ്ണാടി വെക്കുന്നവർക്കൊന്നും അപ്ലൈ ചെയ്യാൻ കഴിയില്ല. 6/9 ആണ് ഇതിന്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് വിഷനായിട്ട് വേണ്ടത്. ഇതെന്താണ് ട്രാക്ക് മെയിൻ്റെനൻസ് ഗ്രേഡ് 4 എന്ന് പറയുന്നത് B1 കാറ്റഗറിയിലാണ് വരുന്നത്. നമ്മുടെ കണ്ണിനൊന്നും വലിയ പ്രശ്നമില്ല. 6/9 6/12 ഒക്കെ കണ്ണാടി വെച്ചോ നമുക്ക് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യാവുന്നതാണ്. പോയിന്റ്സ്മാൻ ബി എന്ന് പറയുന്നത് A2 സ്റ്റാൻഡേർഡിൽ വരുന്ന ഒരു ജോലി പോസ്റ്റ് ആണെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ആ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റൂ. പിന്നെ വരുന്ന ഒരു മെയിനായിട്ട് ഇത് വാക്കൻസി റിപ്പോർട്ട് ചെയ്യുമ്പോഴാണ്. വാക്കൻസി ഏറ്റവും കൂടുതൽ വരുന്നത് ട്രാക്ക് മെയിൻ്റനർ ആണ്, രണ്ടാമത് വരുന്നത് പോയിന്റ്സ്മാൻ ആണ്, പിന്നെ വരുന്നത് അസിസ്റ്റന്റ് കാരേജ് ആൻഡ് വാഗൺസ് എന്ന് പറയുന്ന മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ പോസ്റ്റ് ആണ് കേട്ടോ. മെക്കാനിക്കൽ പോസ്റ്റ് ഇതിലാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നതാണ്. കാരണം ഇതൊരു വർക്ക്ഷോപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്കാണ്. സമാധാനമായിട്ട് ഒരു സേഫ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ വർക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് കോച്ചിന്റെ റിപ്പയറിങ്ങും കാര്യങ്ങളുമാണ് വരുന്നത്. ഇതിലേക്കും അത്യാവശ്യം ആളുകൾ എന്ത് ചെയ്യാറുണ്ട്, അപ്ലൈ ചെയ്യാറുണ്ട്. അതും B1 സ്റ്റാൻഡേർഡിലൊക്കെ വരുന്ന എക്സാം നോട്ടിഫിക്കേഷൻ ആണ്. അതുപോലെ തന്നെ അസിസ്റ്റന്റ് സിഗ്നൽ ആൻഡ് ടെലി കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നതും അത്യാവശ്യം ഓക്കെ ആയിട്ടുള്ള ഒരു ജോലിയാണ്. കമ്മ്യൂണിക്കേഷനും ടെലി കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. സേഫ്റ്റി എക്യുപ്മെന്റിന്റെ ഒക്കെ കാര്യങ്ങളൊക്കെയാണ് അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇതും എന്താണ് ഏറ്റവും ഫീമെയിൽ ഫ്രണ്ട്ലി ആയിട്ടുള്ളതും. ഇത് രണ്ടും അസിസ്റ്റന്റ് കാരേജ് ആൻഡ് വാഗണും അസിസ്റ്റന്റ് സിഗ്നൽ ആൻഡ് ടെലി കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഫീമെയിൽ ഫ്രണ്ട്ലിയുമാണ്, ഡിസബിലിറ്റി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ജോലി തന്നെയാണ്. അപ്പോൾ ഇതാണ് കൂടുതൽ വാക്കൻസീസ് വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത്. ഇനി നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ട് വർക്ക് നേച്ചറും കാര്യങ്ങളും. പക്ഷേ ഇതൊക്കെ മുന്നേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ CBT ലെവൽ 1 നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഈ പറയുന്ന രീതിയിലുള്ള ഒരു ജോലിയിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ആ CBT നിങ്ങൾ ക്ലിയർ ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിനെക്കുറിച്ചിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് സിലബസ് മനസ്സിലാക്കിയിരിക്കണം. അതിന് വേണ്ടിയായിട്ട് നന്നായിട്ട് വർക്ക് ചെയ്യണം. നല്ലൊരു സമയം നിങ്ങളുടെ മുന്നിൽ RRB ഗ്രൂപ്പ് ഡിക്ക് വേണ്ടിയുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഒരു ഓൺലൈൻ കോഴ്സിലോ ഓഫ്ലൈൻ കോഴ്സിലോ ജോയിൻ ചെയ്ത് നിങ്ങൾ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഈവൻ ദിശ അക്കാഡമിയുടെ പുതിയ RRB ഗ്രൂപ്പ് ഡിയുടെ സ്പെഷ്യലൈസ്ഡ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ഫോക്കസ്ഡ് ബാച്ച്. അത് ലോഞ്ച് ചെയ്യാൻ പോവുകയാണ് ഫെബ്രുവരിയിൽ തന്നെ. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ എന്തിനൊക്കെ പുറമെ ഈ ഒരു അപ്ലൈ ചെയ്യുന്നത് എന്തിനാണ്, നമുക്കൊരു ജോലി കിട്ടാനാണ്. അപ്പോൾ അപ്ലൈ ചെയ്യുന്നത് കൃത്യമായിട്ടായിരിക്കണമെങ്കിൽ നിങ്ങൾ നന്നായിട്ട് പഠിക്കാനും കൂടെ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ദിശ അക്കാഡമിയുടെ ഹെൽപ്പ് കിട്ടണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് ആലോചിക്കുക. ഇനി വർക്ക് നേച്ചർ എൻവയോൺമെന്റ് അനാലിസിസ് ഒക്കെ മനസ്സിലാക്കി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വർക്ക് ഏതാണെന്ന് എന്ത് ചെയ്യുക, അനലൈസ് ചെയ്യുക. ഫസ്റ്റ് തന്നെ പറയട്ടെ, ഞാൻ പറഞ്ഞു ട്രാക്ക് മെയിൻ്റനറും പോയിന്റ്സ്മാനും കുറച്ചൊന്ന് റിസ്കി ആയിട്ടുള്ളൊരു ജോലി തന്നെയാണ് കേട്ടോ. ഒരു കുറച്ച് റിസ്കി എന്ന് പറയാൻ കാരണം എന്താണ്, അത് ഇച്ചിരി ഹെവി ഫിസിക്കലാണ്. ഫിസിക്കൽ ആക്ടിവിറ്റി ആവശ്യമുള്ള ഒരു ജോലിയാണ്. ഔട്ട്ഡോർ ആക്ടിവിറ്റിയാണ്, കൂടുതലും ട്രാക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പുറമേ ഉള്ള ഒരു ഫീൽഡ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്കാണ്. നൈറ്റ് ഷിഫ്റ്റുകൾ ഉണ്ടാവുന്ന ഒരു വർക്ക് തന്നെയാണ്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. ട്രാക്ക് മെയിൻ്റനറും പോയിന്റ്സ്മാൻ ഡ്യൂട്ടി എന്ന് പറയുന്ന കുറച്ചൊന്ന് റിസ്കി ആയിട്ടുള്ള ഒരു ജോലി തന്നെയാണ്. അവിടെ സ്റ്റാമിനയും ഫിറ്റ്നസ്സും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അവിടെ നമുക്ക് എന്താണ് അത്യാവശ്യമായിട്ട് വരും. അതുകൊണ്ട് ഇതെന്താണ് കൂടുതലും ആൺകുട്ടികൾ ചെയ്യേണ്ട ഒരു വർക്കായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇൻവോൾവ്സ് മാനുവൽ ലേബർ ഉണ്ട്, എക്സ്പോഷർ ടു ഓൾ വെതർ കണ്ടീഷൻ, എല്ലാ വെതർ കണ്ടീഷനും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആൾക്കാർ വേണം ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കാനായിട്ട്. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കുക. ഇത് ഇച്ചിരി റിസ്കി ആയിട്ടുള്ള ജോലിയാണെന്ന് മനസ്സിലാക്കിക്കോളുക. ഇനി അടുത്ത അസിസ്റ്റന്റ് കാരേജ് ആൻഡ് വാഗണും വർക്ക്ഷോപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്കാണെങ്കിൽ നമുക്ക് എന്താണ് മോഡറേറ്റ് ആയിട്ടുള്ള ഇൻഡോർ ആക്ടിവിറ്റിയാണ്, വർക്ക്ഷോപ്പ് റിലേറ്റഡ് ആണ്, മെക്കാനിക്കൽ ഫീൽഡാണ് വരുന്നത്. അപ്പം നിങ്ങൾക്ക് എന്താണ് കൂടുതലും ഡേ ഷിഫ്റ്റുകളായിരിക്കും വരുന്നത്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നൈറ്റ് ഷിഫ്റ്റ് വരാം, പക്ഷേ ഡേ ഷിഫ്റ്റ് ആണ് കൂടുതലായിട്ട് വരുന്നത് വർക്ക്ഷോപ്പ് റിലേറ്റഡ് ആക്ടിവിറ്റിയിൽ. ഇതെന്താണ് കൺട്രോൾഡ് കണ്ടീഷൻസിൽ എന്തെങ്കിലും റിപ്പയറിങ്ങും കാര്യങ്ങളും ഉണ്ടെങ്കിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിനൊരു മോഡറേറ്റ് ഫിസിക്കൽ ആക്ടിവിറ്റി എന്താണ് മെയിൻ്റനൻസ് അല്ലെങ്കിൽ റിപ്പയറിംഗ് ടൈമിൽ ജസ്റ്റ് അവിടെ നിന്ന് ഇവിടെ നോക്കുക, വെപ്പൺസ് ഒക്കെ എടുത്തുകൊണ്ട് വരിക, ആ ബോക്സുകളൊക്കെ എടുക്കുക, അതിൻ്റെ കുറച്ച് ഒരു മോഡറേറ്റ് വർക്കിങ്ങേ അവിടെ വരുന്നുള്ളൂ. പക്ഷേ ഇതെന്താണ് കുറച്ചും കൂടെ
ഫ്രണ്ട്ലി ആയിട്ടുള്ള ജോലിയാണ് ഫീമെയിലിനായാലും അതുപോലെ തന്നെ ഡിസബിലിറ്റി കാൻഡിഡേറ്റ്സിനും. ഈവൻ ഇത് കഴിഞ്ഞ് വരുന്ന ഒന്നാണ് ലൈറ്റ് മോഡറേറ്റ്, തീരെ പിന്നെയും വലിയ ജോലിയൊന്നും ഇല്ലാതെ വരുന്ന ഒരു സെഷനാണ് അസിസ്റ്റന്റ് സിഗ്നൽ ആൻഡ് ടെലി കമ്മ്യൂണിക്കേഷനും ഇലക്ട്രിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക്സുകൾ. ഇലക്ട്രിക്കലിന്റെ ഫീൽഡിൽ വരുന്ന കുറച്ച് വർക്കൊക്കെ നമുക്ക് എന്താണ് ഈസി ആയിട്ടാണ്, ഒരു മിക്സഡ് ആണ് എന്ന് പറഞ്ഞാൽ ഇൻഡോറും ഉണ്ട്, ചിലപ്പോൾ ഔട്ട്ഡോർ ഫീൽഡ് വർക്കും കാണാം, അല്ലെങ്കിൽ ഗ്രൗണ്ട് ഡ്യൂട്ടി നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഡ്യൂട്ടീസും കാണാം. ഇതെന്താണ് ഷിഫ്റ്റും കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും എന്ന് വെച്ചാൽ ചിലപ്പോൾ ഡേ ടൈമിലായിരിക്കാം, നൈറ്റ് ഷിഫ്റ്റുകൾ കാണാം. അതെന്താണ് ഒരു ഓക്കെ ആയിട്ടുള്ള ഒരു ജോലിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓപ്ഷനെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് രണ്ടും നമുക്ക് ഓക്കെ ആയിട്ടുള്ളതാണ്. ഫീമെയിൽ ഫ്രണ്ട്ലി അല്ലെങ്കിൽ ഡിസബിലിറ്റി ഫ്രണ്ട്ലി ആയിട്ടുള്ള ജോലികളാണ് വരുന്നതെന്ന് മനസ്സിലാക്കുക. പിന്നെ നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് ഏത് ഫീൽഡിൽ വർക്ക് ചെയ്യണം എന്നുള്ളത്. ഇവിടെ കുറച്ചും കൂടെ ടെക്നിക്കൽ റോളാണ് വരുന്നത്, കുറച്ചും കൂടെ ഇലക്ട്രിസിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണം, മെയിൻ്റനൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാരണം. അപ്പോൾ അത് കുറച്ചും കൂടെ എന്താണ് നമ്മുടെ ഒരു ഫിസിക്കൽ അല്ലെങ്കിൽ ഫിസിക്കലിനെക്കാളും കൂടുതൽ ടെക്നിക്കൽ ഫോക്കസ് ആയിട്ടുള്ള ജോലിയാണ്. പിന്നെ മനസ്സിലാക്കേണ്ടത് എല്ലാത്തിനും അതിൻ്റെതായ പോസിറ്റീവ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നൈറ്റ് ഷിഫ്റ്റ് അലവൻസ് ഒക്കെ നിങ്ങളിപ്പോൾ വർക്ക് ചെയ്യുന്ന അനുസരിച്ച് അതിൻ്റെ അലവൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. എല്ലാ പോസ്റ്റിനും എന്താണ് നൈറ്റ് ഡ്യൂട്ടി എടുക്കുന്നവർക്ക് അഡീഷണൽ കോമ്പൻസേഷനും അലവൻസും റെയിൽവേ എന്ത് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ബോധന ചെയ്യാതെ ഏതെങ്കിലും ഒരു ജോലി കിട്ടി വർക്ക് ചെയ്താൽ മതി എന്നാണെങ്കിൽ നിങ്ങൾക്ക് വാക്കൻസി കൂടിയ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ഓരോ പോസ്റ്റിൻ്റെ പ്രത്യേകതകളും കാര്യങ്ങളും എങ്ങനെയാണ് അതിൻ്റെ ജോബ് റെസ്പോൺസിബിലിറ്റി വരുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ട്രാക്ക് മെയിൻ്റനർ ഗ്രേഡ് 4 എന്ന് പറയുന്ന എഞ്ചിനീയറിംഗ് പോസ്റ്റാണ്. ഞാൻ പൊതുവേ പറഞ്ഞു എഞ്ചിനീയറിംഗ് പോസ്റ്റ് കുറച്ചൊന്ന് എന്താണ് ഫിസിക്കലി റിലേറ്റഡ് ആയിട്ടുള്ള വർക്കാണ്, ഔട്ട്ഡോർ ഡ്യൂട്ടീസ് ആണ് വരുന്നത്. ഫീൽഡും ഉണ്ട്, മാനുവൽ ആയിട്ടുള്ള നമ്മൾ മാനുവലി ചെയ്യേണ്ട വർക്കും ഉണ്ട്, ഫീൽഡ് വർക്കായിരിക്കും കൂടുതലും വരുന്നത്. റെസ്പോൺസിബിലിറ്റി എന്താണ് ട്രാക്ക് മെയിൻ്റനൻസ് ആയതുകൊണ്ട് തന്നെ റെയിൽവേ ട്രാക്ക് മെയിൻറ്റെയിൻ ചെയ്യണം, അതിൻ്റെ അലൈൻമെൻറ്റ്, ഫിറ്റിങ്സുകൾ, സ്ലീപ്പേഴ്സിൻ്റെ കാര്യങ്ങൾ ഇതെല്ലാം ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ പെട്രോൾ, ഈ പറയുന്ന ട്രാക്കുകൾ എപ്പോഴും മോണിറ്റർ ചെയ്യേണ്ട ഒരു ആവശ്യം അവർക്ക് വരുന്നുണ്ട്. എന്തെങ്കിലും ക്രാക്കോ ഡിഫക്റ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രോപ്പർ മെയിൻ്റനൻസ് അവരുടെ തലയിലാണ് വരുന്നത്. അതുപോലെ ഔട്ട്ഡോറിലായിരിക്കും കൂടുതലും വർക്ക് വരുന്നത്, ഔട്ട്ഡോർ തന്നെയായിരിക്കും. ഏതൊരു വെതർ കണ്ടീഷൻ ആയാലും അവിടെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ പോയേ പറ്റൂ. അപ്പോൾ ആ ഒരു എക്സ്ട്രീം വെതർ കണ്ടീഷൻസും നിങ്ങൾ സഹിക്കാൻ ഓക്കെ ആണെങ്കിൽ മാത്രമാണ് ഈ ഒരു ട്രാക്ക് മെയിൻ്റനർ ഗ്രേഡ് 4 എടുക്കേണ്ടത്. പിന്നെ നിങ്ങൾ മനസ്സിലാക്കണം ഏറ്റവും കൂടുതൽ വാക്കൻസി ഇതിലാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ജോലിയാണ് പ്രധാനമെങ്കിൽ ട്രാക്ക് മെയിൻ്റനർ ഗ്രേഡ് 4 സെലക്ട് ചെയ്യുക. എൻഷുർ ട്രാക്ക് സേഫ്റ്റി ഫോർ സ്മൂത്ത് ട്രെയിൻ മൂവ്മെൻ്റ് ആണ്. വെരി ഫിസിക്കലി ഡിമാൻഡിങ് ആൻഡ് സേഫ്റ്റി ക്രിട്ടിക്കൽ റോളാണ്. അതുകൊണ്ട് ഒരു കണ്ടീഷനും അതായത് ഫിസിക്കലി ഒട്ടും ഓക്കെ അല്ലാത്ത ആൾക്കാർ ഇതിലേക്ക് എന്ത് ചെയ്യരുത്, അപ്ലൈ ചെയ്യരുത്. അത്രത്തോളം ഫിസിക്കലി ആക്റ്റീവ് ആവേണ്ട ഒരു ജോലിയാണ് ട്രാക്ക് മെയിൻ്റനർ എന്ന് പറയുന്നത്. രണ്ടാമത് വരുന്നത് പോയിന്റ്സ്മാൻ ആണ്. ട്രാക്ക് മെയിൻ്റനർ ഗ്രേഡ് 4 എന്ന് പറയുന്നത് നമ്മുടെ B1 കാൻഡിഡേറ്റ്സ് ആണ് കേട്ടോ. B1 ആകുമ്പോൾ നിങ്ങളുടെ കണ്ണിൻ്റെ കാഴ്ചശക്തി എന്ന് പറയുന്നത് 6/9 or 6/12 വിത്ത് എന്താണ് ഗ്ലാസസോടെയോ അല്ലെങ്കിൽ വിത്തൗട്ട് ഗ്ലാസസോ നിങ്ങൾക്ക് ഉണ്ടായിരുന്നാൽ മതി. ബൈനോക്കുലർ വിഷൻ, നൈറ്റ് വിഷൻസ്, അതുപോലത്തെ എല്ലാം മയോപ്പിക് വിഷൻ ഇതെല്ലാം ചെക്ക് ചെയ്യും. അതിനെല്ലാം നിങ്ങൾ ഓക്കെ ആവണം. അപ്പോൾ അതെല്ലാം കണ്ണിൻ്റെ കാര്യമൊക്കെ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. B1 സ്റ്റാൻഡേർഡ് ആണ് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത പോയിന്റ്സ്മാൻ ആണെങ്കിൽ നമുക്ക് A2 സ്റ്റാൻഡേർഡിലെ പോസ്റ്റാണ്. A2 സ്റ്റാൻഡേർഡ് പോസ്റ്റാണ്. ഫീൽഡും ഓപ്പറേഷണൽ വർക്കും ആണ് വരുന്നത്. ട്രാഫിക് ഡിപ്പാർട്ട്മെന്റിലാണ് ഇത് വരുന്നത്. അതുകൊണ്ട് തന്നെ ഫീൽഡും ഓപ്പറേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വർക്കാണ്. ഇത് കൂടുതലും കൂടെ നമുക്ക് ട്രെയിനുമായിട്ട് കുറച്ചും കൂടെ അടുത്ത് നിൽക്കുന്ന ഒരു ബന്ധമുള്ള ഒരു പോസ്റ്റാണ്. കാരണം റെയിൽവേ പോയിന്റ് സ്വിച്ചിങ്, ഈ ഫ്ലാഗ് എടുത്ത് കാണിക്കുക, അതൊക്കെ എന്താണ് റെയിൽവേയുടെ ഈ പറയുന്ന ട്രെയിൻ വരുന്നതിൻ്റെ റൂട്ടും കാര്യങ്ങളും ഒക്കെ കൃത്യമായി മനസ്സിലാക്കി അതിന് വേണ്ടിയായിട്ട് കൂടുതൽ ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന ആളായിരിക്കണം. കറക്റ്റ് റൂട്ട് സെറ്റിംഗ് ഒക്കെ ചെയ്യുന്ന ആളായിരിക്കണം. ഷിഫ്റ്റുകളിലായിരിക്കും കൂടുതലും വർക്ക് ചെയ്യുന്നത്. ചിലപ്പോൾ ഈവൻ ഇൻക്ലൂഡിങ് നൈറ്റ് ഷിഫ്റ്റുകൾ കൂടുതലുള്ള ഒരു ജോലിയാണ്. കാരണം രാത്രിയൊക്കെ ട്രെയിൻ വരുന്ന സമയത്ത് ഉണർന്നിരുന്ന് എന്ത് ചെയ്യണം, ഈ ട്രെയിനിനെ കൃത്യമായിട്ട് കടത്തി വിടേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ട്രെയിനിൻ്റെ മൂവ്മെൻറ്റും സിഗ്നലിങ്ങും എല്ലാം ഫോക്കസ് ചെയ്യുന്നത് ആര് തന്നെയാണ്, പോയിന്റ്സ്മാൻ തന്നെയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു ലോവർ ഗ്രേഡ് പോസ്റ്റാണ്, ഗ്രൂപ്പ് ഡി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിങ്ങളുടെ മുകളിൽ കുറേ സീനിയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള പ്രൊമോഷൻസ് 3 years കഴിയുമ്പോൾ നിങ്ങൾക്ക് ഡിപ്പാർട്ട്മെൻറ്റൽ ടെസ്റ്റ് ഒക്കെ എഴുതി മാറാൻ പറ്റും. പക്ഷെ അതുവരെയും നിങ്ങൾ എന്താണ് ഈ പറയുന്ന ലോവർ പോസ്റ്റ് ഗ്രേഡിൽ തന്നെ വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അത്രയും സീരിയസ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും, വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഹൈ അലേർട്ട്നെസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഉള്ളൊരു ജോലിയാണ് ഇതെന്ന് പറയുന്നത്, പോയിന്റ്സ്മാൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇത് ഒരു ഡിസബിലിറ്റി കാൻഡിഡേറ്റ്സിനും ഇത് എന്ത് ചെയ്യാൻ പറ്റില്ല, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. അത് ശ്രദ്ധിക്കണം കേട്ടോ. പോയിന്റ്സ്മാൻ നമുക്ക് ഏറ്റവും മെഡിക്കലി ആൻഡ് ഫിസിക്കലി ഏറ്റവും ഫിറ്റ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് ഈ പറയുന്ന പോയിന്റ്സ്മാൻ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് A2 സ്റ്റാൻഡേർഡ് അവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ആ ഒരു കാര്യം മനസ്സിലാക്കുക. ഇനി അടുത്ത മൂന്നാമത് വരുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ എല്ലാവരും ഇത് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അസിസ്റ്റന്റ് വർക്ക്ഷോപ്പ്. എവിടെയാണ്, മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഫീൽഡിൽ. കാരണം അതെന്താണ് വർക്ക്ഷോപ്പ് ബേസ് ചെയ്തിട്ടുള്ള റോളാണ്. നമുക്ക് കുറച്ചും കൂടെ എന്താണ് ഈ പറയുന്ന റിപ്പയറിങ്, മെയിൻ്റനൻസ് കാര്യങ്ങളാണ് അവിടെ ചെയ്യാനുള്ളത്. അസിസ്റ്റ് ടെക്നീഷ്യൻസ് ഇൻ നമ്മുടെ എന്താണ് സീനിയറായിട്ട് നിൽക്കുന്ന ടെക്നീഷ്യൻസിനെയൊക്കെ അസിസ്റ്റ് ചെയ്യുക. അവരുടെ കോച്ചസ്, വാഗൻസ്, അതിൻ്റെ പാർട്സ് ഇതെല്ലാം റിപ്പയറിങ്ങും
കാര്യങ്ങളും മെയിൻ്റനൻസും ഒക്കെയാണ് ചെയ്യേണ്ടത്. അതുപോലെ ഹാൻഡിൽ ടൂൾസ് ആൻഡ് മെഷീനറി, ക്ലീനിങ്, ഫിറ്റിങ്, ബേസിക് മെയിൻ്റനൻസ് ഒക്കെയാണ് നിങ്ങൾക്ക് ഇതിനകത്ത് വരുന്ന വർക്ക്ഷോപ്പ് ബേസ് ചെയ്തിട്ടുള്ള ജോലി. അപ്പോൾ ഇവിടെ എന്താണ്, ഔട്ട്ഡോർ വെതർ കണ്ടീഷനിലൊന്നും വർക്ക് ചെയ്യേണ്ടി വരില്ല. സേഫർ എൻവയോൺമെന്റ് ആണ്, നിങ്ങൾക്ക് സമാധാനത്തിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാരും ഇതിനെ ഫോക്കസ് ചെയ്യും. ഫീമെയിൽ ഒക്കെ ആണെങ്കിൽ ഇതിനെ തന്നെ ഫോക്കസ് ചെയ്യുക, ഡിസബിലിറ്റി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഇതിനെ ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അസിസ്റ്റന്റ് ലോക്കോ ഷെഡ് ആണെങ്കിൽ ഡീസൽ ഇലക്ട്രിക്കൽ എന്ന് പറയുന്നത് എന്താണ്, ലോക്കോ ഷെഡിന്റെ വർക്കുകളാണ്. അതും എന്ത് തന്നെയാണ്, ഈ പറയുന്ന വർക്ക്ഷോപ്പ് റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഷെഡ് മെയിൻ്റനൻസ് ഏരിയ റിലേറ്റ് ചെയ്താണ് വരുന്നത്. ട്രെയിനിന്റെ കമ്പോണൻസിന്റെ ഒക്കെ വർക്കിംഗ് ആണ്. അപ്പോൾ മെയിൻ്റനൻസ് ഓഫ് ലോക്കോമോട്ടീവ്സ്, ക്ലീനിങ് പാർട്സ്, ചെക്കിംഗ് കമ്പോണൻസ് ഒക്കെ ഉണ്ടോ എന്നൊക്കെ ഉള്ള കൃത്യമായ ചെക്കിങ്ങും സീനിയർ സ്റ്റാഫിന്റെ കൂടെ ഒക്കെ പോയി ഇൻസ്പെക്ഷൻസും കാര്യങ്ങളും ചെയ്യുക. ഷിഫ്റ്റ് ഡ്യൂട്ടി പോസിബിൾ ആണ്. അപ്പം നിങ്ങൾക്ക് ഇതും ഓക്കെ ആയിട്ടുള്ള ഈ 3ഉം 4ഉം എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഈസി ആയിട്ടുള്ള ജോലികളാണ്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി തന്നെ അപ്ലൈ ചെയ്യുക. അങ്ങനത്തെ ജോലികളാണ് താല്പര്യപ്പെടുന്നെങ്കിൽ അങ്ങനത്തെ ജോലികൾ എടുക്കുക. അതുപോലെ തന്നെയാണ് അസിസ്റ്റന്റ് കാരേജ് ആൻഡ് വേഗൺ എന്ന് പറയുന്നത് ഏറ്റവും എളുപ്പമായിട്ടുള്ള ജോലിയാണ്. യാർഡ് അല്ലെങ്കിൽ ഷെഡിൽ തന്നെയാണ് അതിൻ്റെ വർക്ക് വരുന്നത്. അപ്പോൾ അത് എന്താണ്, ഈ പറയുന്ന കോച്ചസും വാഗൺസും ഒക്കെ എന്തെങ്കിലും ബ്രേക്ക് ടെസ്റ്റിങ്, അതിൻ്റെ റിപ്പയറിങ്ങും കാര്യങ്ങളും എല്ലാം തന്നെയാണ് ചെയ്യുന്നത്. കാരേജും വാഗൺസ് ഉണ്ടല്ലോ നമ്മുടെ കാർഗോ ട്രെയിനുകളും, അതിൻ്റെയൊക്കെ കൃത്യമായിട്ടുള്ള മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. കോച്ചസ് എല്ലാം കൃത്യമാണോ, പാസഞ്ചേഴ്സിന് സേഫ് ആയിട്ട് പോകാൻ പറ്റുന്ന ഒരു ഇതാണ് ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് ഇവരുടെ ഒരു ഉത്തരവാദിത്തമാണ്. അതും ഓക്കെ ആയിട്ടുള്ള പോസ്റ്റ് തന്നെയാണ് വരുന്നത്. ഇനി അടുത്ത ഇതും ഫീമെയിൽ ഫ്രണ്ട്ലിയും അതുപോലെ നമ്മുടെ ഫീമെയിൽ ഫ്രണ്ട്ലി ആൻഡ് ഡിസബിലിറ്റി ഫ്രണ്ട്ലി പോസ്റ്റുകളാണ്. ഇനി അടുത്ത അസിസ്റ്റന്റ് TL ആൻഡ് AC എന്ന് പറയുന്ന ഇലക്ട്രിക്കൽ പോസ്റ്റാണ്. ഇതെന്താണ്, ഓൺ ട്രെയിൻ പോസ്റ്റാണ്. ചിലപ്പം ട്രെയിനിൻ്റെ അകത്തൊക്കെ ഉള്ള എന്തെങ്കിലും സ്വിച്ചോ കംപ്ലൈൻറ്റോ എന്തെങ്കിലും അങ്ങനത്തെ വർക്കൊക്കെ വരുമ്പോൾ റിപ്പയറിങ്ങും ഈ ഒരു കാര്യങ്ങളൊക്കെ ഇലക്ട്രിക്കൽ റിലേറ്റ് ചെയ്തിട്ടുള്ള വർക്കൊക്കെ വരുമ്പോൾ അവർ ചെയ്യേണ്ടി വരും. അപ്പോൾ ചിലപ്പോൾ ഡിപ്പോയിലായിരിക്കും അല്ലെങ്കിൽ ഓൺ ട്രെയിൻ ഡ്യൂട്ടീസ് ഉണ്ടായിരിക്കാം. ട്രെയിനിൻ്റെ ലൈറ്റിംഗ് സിസ്റ്റം, AC എക്യുപ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ, ഇലക്ട്രിക്കൽ കമ്പോണൻസിന് എന്തെങ്കിലും ഫോൾട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അറ്റൻഡൻസ്, ഇലക്ട്രിക്കൽ കംപ്ലയിൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ട്രെയിനിന് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഇലക്ട്രിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക്സ് വരുന്ന അവരെന്ത് ചെയ്യും ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഈസി ആയിട്ടുള്ള C1 കാൻഡിഡേറ്റ്സിനൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ TRD എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ ട്രാക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞ ജോലിയാണ്. ഇത് കുറച്ചും കൂടെ ഇലക്ട്രിക്കൽ സേഫ്റ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള വർക്കാണ്. റിക്വയർസ് ഇലക്ട്രിക്കൽ സേഫ്റ്റി അവയർനെസ്. അപ്പം കുറച്ചും കൂടെ ഇലക്ട്രിക്കൽ ആയിട്ട് നിന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്നവർക്ക്, ഫീമെയിലിന് കുറച്ചും കൂടെ എന്താണ് നമ്മൾ കുറച്ചും കൂടെ ആലോചിച്ചെടുക്കേണ്ട ഒരു തീരുമാനമാണ്. കാരണം ഇത് ഫീൽഡ് കൊണ്ട് ഇലക്ട്രിക്കൽ വർക്കാണ്. നമ്മുടെ അറിയാലോ TRD എന്ന് പറയുന്നത് ട്രാക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ, ഓവർ ഹെഡിലുള്ള നമ്മുടെ ഓവർ ഹെഡ് ഇലക്ട്രിക്കൽ ലൈൻസിൻ്റെയൊക്കെ കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ഹൈറ്റിലൊക്കെ നിന്ന് വർക്ക് ചെയ്യേണ്ട ആവശ്യം വരും. എന്തെങ്കിലും ബ്രേക്ക് ഡൗണും പവർ സപ്ലൈ ഒക്കെ വരുമ്പോൾ അതിൻ്റെയൊക്കെ കാര്യങ്ങൾ കൃത്യമായി ചെക്ക് ചെയ്യേണ്ട ആവശ്യം വരും. അപ്പോൾ അത് കുറച്ചും കൂടെ നമ്മൾ സീരിയസ് ആയിട്ട് ഇതെന്താണ് കുറച്ചും കൂടെ എന്താണ് സ്റ്റാർ ചെയ്ത് കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് കണ്ടു ചെയ്യേണ്ട ഒരു വർക്ക് തന്നെയാണ്. ഇലക്ട്രിക്കൽ ഫീൽഡിലാണ് വരുന്നതെങ്കിൽ പോലും ഇതെന്താണ് കുറച്ച് ഹൈറ്റിലൊക്കെ നിന്ന് ഫിസിക്കലി ആക്റ്റീവായിട്ട് നിന്ന് ഈ പറയുന്ന പോലെ ഫീൽഡ് ഡ്യൂട്ടിയൊക്കെ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അപ്പോൾ അതെന്ത് ചെയ്യുക, കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക. പ്രോപ്പർ പവർ സപ്ലൈ ട്രെയിനിൽ എത്തിച്ചു കൊടുക്കേണ്ട ഡ്യൂട്ടിയാണ് ഇതിനകത്ത് വരുന്നത്. അത് കുറച്ചും കൂടെ എന്താണ് മെയിൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഓപ്ഷനാണ് അവിടെ വരുന്നത്. അതുപോലെ അസിസ്റ്റന്റ് സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ, ഈ പറയുന്ന 5, 6, 7, 8 ഇതെല്ലാം എന്താണ് ഫീമെയിൽ ഫ്രണ്ട്ലി ഡിസബിലിറ്റി ഫ്രണ്ട്ലി ആണ്. ഇത് കുറച്ചും കൂടെ മെയിൽ ഫ്രണ്ട്ലി ആയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ടെക്നിക്കൽ ആൻഡ് ഫീൽഡ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് തന്നെയാണ്. പക്ഷേ ഇത് ഓക്കെ ആണ്. നമുക്ക് ടെലികമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ വലിയ പണിയൊന്നും വരുന്നില്ല. ട്രെയിനിൻ്റെ സേഫ്റ്റി, എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ അതിനെ റെക്ടിഫൈ ചെയ്യാൻ വിളിച്ച് പറയുക. അതിൻ്റെ ടെലികമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, ഫോണ്, കമ്മ്യൂണിക്കേഷനൊക്കെ പ്രോപ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. ഇത് കുറച്ചും കൂടെ ഈസി ആണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറയാൻ പറ്റും. അപ്പം അങ്ങനത്തെ ഒരു പോസ്റ്റാണ് 8ാമത്തത്. ഈ പറയുന്ന 3 പോസ്റ്റ് പിന്നെ വരുന്ന 9, 10, 11 എന്ന് പറയുന്ന അസിസ്റ്റന്റ് PV, അസിസ്റ്റന്റ് ബ്രിഡ്ജ്, അസിസ്റ്റന്റ് ട്രാക്ക് മെഷീൻ, ഇതെല്ലാം നമ്മുടെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിൽ വരുന്നതാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലെ വർക്ക് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഫിസിക്കലി ആക്റ്റീവ് ആവേണ്ട വർക്കാണ്. അതുകൊണ്ട് തന്നെ ഇത് മെയിൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള വർക്കാണ്. കുറച്ചും കൂടെ ഫീൽഡ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്കാണ്. ഔട്ട്ഡോറിലായിരിക്കും ഇതിന്റെ പണി കൂടുതലും വരുന്നത്. അതായത് ട്രാക്കിന്റെ മെയിൻ്റനൻസ്, നമ്മുടെ റെയിൽവേ സ്ലീപ്പർ റീപ്ലേസ്മെന്റ്, ട്രാക്ക് മെഷീൻ ഓപ്പറേഷൻസ്, ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഓപ്പറേഷനും മെയിൻ്റനൻസും ജോലികളാണ്. ഇത് കുറച്ചും കൂടെ സീരിയസ് ആയിട്ടുള്ള ജോലികളാണ്. അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫീമെയിൽ ഫ്രണ്ട്ലിയോ അല്ല, ഡിസബിലിറ്റി ഫ്രണ്ട്ലിയോ അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഔട്ട്ഡോർ വർക്കിംഗ് ആണ്, ഫിസിക്കലി ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു വർക്കാണ്. അതുപോലെ തന്നെ കൂടുതലും കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക്. അപ്പം നമുക്ക് അവിടെ എന്ത് വരും, വെയിലത്തിരുന്ന് പെയിൻറ്റിങ്ങും സ്ട്രെങ്തനിങ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യങ്ങൾ വരുന്നു. അപ്പോൾ ഇത് കുറച്ചും കൂടെ നിങ്ങൾ മനസ്സിലാക്കി തന്നെ അതിന് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം അപ്ലൈ ചെയ്യുക കേട്ടോ. അത് ശ്രദ്ധിക്കുക. ഇതിൽ എന്താണ് അസിസ്റ്റന്റ് PV എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ ട്രാക്ക് മെയിൻ്റനൻസ്, അതുപോലെ തന്നെ ബ്രിഡ്ജിൻ്റെ ഇൻസ്പെക്ഷൻസ്, ഈ പറയുന്ന സേഫ്റ്റി ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടല്ലോ നമ്മുടെ റെയിലിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ആയിട്ടുള്ള ബല്ലാസ്റ്റ്, സ്ലീപ്പേഴ്സ്, റെയിൽ, ഇതിൻ്റെയൊക്കെ ചെക്കിംഗ് ഒക്കെ പ്രോപ്പറായിട്ട് വരുത്തി അതിൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങളും ഒക്കെ എഞ്ചിനീയറിംഗ്
പെയിന്റിങ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്കൊക്കെ അവരാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഔട്ട്ഡോർ ആണ്, ഫിസിക്കലി ഡിമാൻഡിങ് ആണ്, ഈ പറയുന്ന ട്രാക്കിലൂടെ എലോങ് ആയിട്ട് നടക്കേണ്ട ആവശ്യമൊക്കെ ഉണ്ട്. ഹൈ റിസ്ക് ജോബാണ്. നല്ല അലേർട്ട്നെസ് ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ നിൽക്കാൻ പറ്റും. അപ്പോൾ അത്രയും ഫിറ്റ്നസ് ഉണ്ടായിരിക്കണം. ട്രെയിനൊക്കെ വന്നാൽ പെട്ടെന്ന് മാറാനൊക്കെ ഉള്ള ആ ഒരു റെസ്പോൺസിബിലിറ്റി നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കണം. അത് തന്നെയാണ് ബ്രിഡ്ജ് എഞ്ചിനീയറിംഗിലും വരുന്നത്. റിപ്പയറിംഗ് ആണ് ബ്രിഡ്ജിൻ്റെയൊക്കെ, റെയിൽവേ ബ്രിഡ്ജസിൻ്റെ റിപ്പയറിങ്ങും കാര്യങ്ങളുമാണ് വരുന്നത്. പെയിന്റിങ്, സ്ട്രെങ്തനിങ്, കൺസ്ട്രക്ഷൻ വർക്കാണ് വരുന്നത്. അതും എന്താണ്, ഫിസിക്കലി ഡിമാൻഡിങ് ആയിട്ടുള്ള വർക്കാണ്. ട്രാക്ക് മെഷീനും എന്താണ്, ഈ പറയുന്ന പോലെ തന്നെയാണ് വരുന്നത് കേട്ടോ. ട്രാക്ക് മെഷീൻ കുറച്ചും കൂടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ A3 സ്റ്റാൻഡേർഡ് ആണ് വരുന്നത് കേട്ടോ. ട്രാക്ക് മെഷീൻ A3 സ്റ്റാൻഡേർഡ് ആണ്. ലെവലിംഗ് വർക്ക് ആയതുകൊണ്ട് തന്നെ ഇതിനും എന്താണ്, നമ്മുടെ വിഷൻ ടെസ്റ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതും നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ A2 പോസ്റ്റിൽ വരുന്ന ഒരു പോസ്റ്റേ ഉള്ളൂ, അത് പോയിന്റ്സ്മാനും. A3 പോസ്റ്റിൽ വരുന്നത് ഏതാണ്, ട്രാക്ക് മെഷീൻ എഞ്ചിനീയറിംഗ് പോസ്റ്റുമാണ്. അപ്പോൾ അത് നിങ്ങൾ സീരിയസ് ആയിട്ട് തന്നെ കണ്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വിഷൻ ടെസ്റ്റ് ഒക്കെ പ്രോപ്പർ ആയിട്ടുള്ളവർ മാത്രം ഇതിന് വേണ്ടി അപ്ലൈ ചെയ്യുക. 6/9 വിത്തൗട്ട് ഗ്ലാസ് ആണ് കേട്ടോ. വിത്തൗട്ട് ഗ്ലാസ്. ഇവിടെ എന്താണ്, വിത്തൗട്ട് ഗ്ലാസസ് നിങ്ങൾക്ക് എന്ത് കിട്ടണം, 6/9 വിഷൻ ഉണ്ടായിരിക്കണം. ആ ഒരു രീതിയാണ് പറയുന്നത്. ബാക്കിയെല്ലാം നമ്മുടെ B1 C1 കാറ്റഗറിയിലാണ് വരുന്നത്. അതൊന്നും കുഴപ്പമില്ല. പക്ഷേ ഇത് എത്രയും എന്താണ്, സീരിയസ് ആയിട്ട് തന്നെ കണ്ട് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളാം. കുറച്ച് ഫിസിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള വർക്കാണ്. ഇനി അത് ജെൻഡർ ആൻഡ് ഡിസബിലിറ്റി സ്യൂട്ടബിലിറ്റി ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. B1 സ്റ്റാൻഡേർഡിൽ വരുന്ന പല എന്താണ് പോസ്റ്റുകളും ആർക്ക് ഫ്രണ്ട്ലി ആണ്, ഫീമെയിൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള പോസ്റ്റ് ആണെന്ന് നിങ്ങൾ കണക്കാക്കി തന്നെ അപ്ലൈ ചെയ്യുക. അസിസ്റ്റന്റ് വർക്ക്ഷോപ്പ്, കാരേജ് ആൻഡ് വാഗൺ, ലോക്കോ ഷെഡ്, TL ആൻഡ് AC, സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ, വർക്ക്ഷോപ്പ് റിലേറ്റ് ചെയ്തിട്ടുള്ള വർക്കൊക്കെ ഫീമെയിൽ ഫ്രണ്ട്ലി ആണ്, ലെസ് ഫിസിക്കലി ഡിമാൻഡിങ് ആണ്, ഷെഡിലുള്ള വർക്കുകളാണ്, എഞ്ചിനീയേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന വർക്കുകളാണ്. അത് മനസ്സിലാക്കുക. ഇനി അടുത്ത ഡിസബിലിറ്റി ഫ്രണ്ട്ലി ഓപ്ഷൻസ് ആയിട്ടുള്ളത് നമ്മുടെ C1 കാറ്റഗറിയിലെ ഓപ്ഷൻസ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഫീമെയിൽ ആണെങ്കിൽ എന്താണ്, ഫീമെയിൽ ആണെങ്കിൽ B1 കാറ്റഗറിയിലെ എക്സാംസും സെലക്ട് ചെയ്യുക, പോസ്റ്റുകൾ സെലക്ട് ചെയ്യുക. ഡിസബിലിറ്റി ഫ്രണ്ട്ലിക്കാരാണെങ്കിൽ C1 ഓപ്ഷനിലുള്ള സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് അവിടെ കൊടുത്തിട്ടുണ്ട് ഓരോ ഡിസബിലിറ്റി PWDയിലുള്ള ആൾക്കാർക്കും പ്രത്യേകം ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ വർക്കിംഗ് നേച്ചർ അനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ നിങ്ങളുടെ വേക്കൻസി അനുസരിച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. അതൊക്കെ മനസ്സിലാക്കി വേണം നിങ്ങൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഏത് വർക്കാണ് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി എന്നുള്ളൊരു കാര്യം. പിന്നെ ഏത് വർക്ക് ചെയ്താലും ഇതിൽ ഏത് പോസ്റ്റിലാണോ നിങ്ങൾ വർക്ക് ചെയ്യുന്നത് അതിനെല്ലാം ബേസിക് സാലറി വരുന്നത് 18,000 തന്നെ. അപ്പോൾ ഏത് വർക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ആലോചിക്കുക. അപ്പോൾ 18,000 തന്നെയാണ്. പിന്നെ അതിൻ്റെ ഒരു ടോട്ടൽ മന്ത്ലി കവറേജ് എല്ലാ അലവൻസും കൂടെ ചേർന്നിട്ട് നിങ്ങൾക്കറിയാം ഇത്രയും അലവൻസുകളാണ് വരുന്നത്. കോംപ്രഹെൻസീവ് അലവൻസ് വരുന്നത്, ഡിയർനെസ് അലവൻസ് ഉണ്ടായിരിക്കും ക്വാർട്ടർലി ആയിട്ട്, അതുപോലെ ഹൗസ് റെന്റ് അലവൻസ് ഉണ്ടായിരിക്കും, ട്രാവൽ ചെയ്യാനുള്ള അലവൻസ് ഉണ്ട്, നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്നവർക്ക് പ്രത്യേക അലവൻസ് ഉണ്ട്, ഓവർ ടൈം ചെയ്യുന്നവർക്ക് അലവൻസ് ഉണ്ട്, ഹോളിഡേയ്സിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക്. അപ്പോൾ അഡീഷണൽ ബെനിഫിറ്റ്സ് എല്ലാം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. മെഡിക്കൽ ഫെസിലിറ്റീസിന്, പെൻഷൻ സ്കീമിന്, എംപ്ലോയി വെൽഫെയർ പ്രോഗ്രാം തുടങ്ങിയ പല കാര്യങ്ങളും നിങ്ങൾക്ക് ഒരു സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയി എന്നുള്ള രീതിയിൽ കിട്ടും. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ആനുവൽ കവറേജ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 3 to 5 ലക്ഷം കിട്ടും എന്നുള്ളൊരു കാര്യം ഉറപ്പിക്കുക. അപ്പോൾ എന്തായാലും ഏത് പോസ്റ്റിലേക്ക് നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഈ ഒരു ബെനിഫിറ്റ് എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു വിഷമമൊന്നും ഉണ്ടാവരുത്. നിങ്ങളുടെ കംഫർട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ വാക്കൻസി അനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓരോ ജോലിയിലേക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ചാലഞ്ചസ് ആൻഡ് റിവാർഡ്സ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ ഗ്രൂപ്പ് ഡി എന്ന് പറയുന്നത് ലോവർ ഡിവിഷനിൽ കിടക്കുന്ന ഒരു വർക്ക് ആയതുകൊണ്ട് തന്നെ ഫിസിക്കലി ഡിമാൻഡിങ് ആയിട്ടുള്ള വർക്ക് തന്നെയാണ്. ഏത് പോസ്റ്റ് എടുത്താലും ചിലതിലൊക്കെ കുറച്ചൊക്കെ ഒന്ന് റിലാക്സിങ് ആണെന്ന് മാത്രം. പക്ഷെ എന്താണ്, ഫിസിക്കലി ഡിമാൻഡിങ് ആയിട്ടുള്ള വർക്കാണ്. ഇറഗുലർ അവേഴ്സ് ആയിരിക്കും. നമ്മൾ പറയുന്ന പോലെയല്ല, പല രീതിയിൽ ചിലപ്പോൾ രാവിലെ കയറേണ്ടി വരും, അല്ലെങ്കിൽ നൈറ്റ് കുറേ വർക്ക് ചെയ്യേണ്ടി വരും, ഓവർ ടൈം വർക്ക് ചെയ്യേണ്ടി വരും. അതൊക്കെ നമ്മുടെ ഷെഡ്യൂളാണ്. എന്തെന്ന് പറഞ്ഞാൽ ഇത് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഇതാണ്, നമുക്ക് എപ്പോൾ വേണോ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അത് മനസ്സിലാക്കുക. ഇറഗുലർ അവേഴ്സിൽ വർക്ക് ചെയ്യേണ്ടി വരും, ഫിസിക്കലി ഡിമാൻഡിങ് വർക്കാണ്. വെതർ എക്സ്പോഷർ, പല വെതറിലും നിങ്ങൾക്ക് വർക്ക് ചെയ്യേണ്ടി വരും. കാരണം ഔട്ട്ഡോർ ആക്ടിവിറ്റിയാണ് കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ ഏതൊരു വെതർ കണ്ടീഷനിലും നിങ്ങൾ വർക്ക് ചെയ്യാൻ റെഡി ആയിരിക്കണം. സേഫ്റ്റി റിസ്കുകളുണ്ട്, പല മെയിൻ്റനൻസും കാര്യങ്ങളും, റിപ്പയറിങ് അങ്ങനെ തുടങ്ങിയ പല ഇലക്ട്രിക്കൽ വർക്ക്സുകളാണ് നിങ്ങൾ ചെയ്യുന്നത്. അപ്പം പല രീതിയിലുള്ള സേഫ്റ്റി ഇഷ്യൂസും അവിടെ ഉണ്ടാവുന്നുണ്ട്. അപ്പം അതിലെല്ലാം നിങ്ങൾ വിജിലൻ്റ് ആയിരിക്കണം. നല്ല റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് വേണം ഈ ഒരു വർക്ക് ചെയ്യാനായിട്ടുള്ളത്. അപ്പം ഇതെല്ലാം ചാലഞ്ചസ് ആണെങ്കിൽ പോലും അതിനനുസരിച്ചുള്ള റിവാർഡ്സും ബെനിഫിറ്റ്സും നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്കറിയാം സെൻട്രൽ ഗവൺമെൻറ് ജോലിയാണ്, ഒരു ജോബ് സെക്യൂരിറ്റി ആണ്, റെയിൽവേയിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത് എന്നുള്ള ഒരു സോഷ്യൽ റെസ്പെക്റ്റ് ഉണ്ടായിരിക്കും, ഒരു നാഷണൽ സർവീസ് ആണ്. ഇത്രയും ആൾക്കാർ, മില്യൺസ് ഓഫ് ആൾക്കാരാണ് റെയിൽവേ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നത് വലിയൊരു പ്രിവിലേജ് ആയിട്ട് കാണാം. നിങ്ങളുടെ ഒരു ലൈഫ് ലൈൻ ആയിട്ട് തന്നെ കണക്കാക്കാൻ പറ്റും. പിന്നെ അതിനനുസരിച്ചുള്ള ബെനിഫിറ്റ്സ്, മെഡിക്കൽ ഫെസിലിറ്റീസ് ആയാലും, അതുപോലെ ഈ പറയുന്ന സ്കൂൾ ഫെസിലിറ്റീസ്, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ട്രാവൽ കൺസെഷൻസ്, ഇതെല്ലാം നിങ്ങൾക്ക് ഈ ഒരു റെയിൽവേയുടെ പാർട്ടാകുമ്പോൾ കിട്ടുന്നതാണ്. അപ്പം ചാലഞ്ചസ് മനസ്സിലാക്കി അതിൻ്റെ ഗുഡും അല്ലെങ്കിൽ പറയുന്ന പോസിറ്റീവ്സും നെഗറ്റീവ്സും എല്ലാം മനസ്സിലാക്കി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ജോലിയിലേക്ക് എൻ്റർ ചെയ്യാവുന്നതാണ്.
അപ്പോൾ മനസ്സിലാക്കുക, ഏതൊരു ജോലിയിലായാലും അതിൻ്റെതായ റിസ്ക് ഉണ്ട്. പക്ഷേ RRB ഗ്രൂപ്പ് ഡി പോലൊരു എക്സാം നിങ്ങൾക്ക് സിമ്പിളായിട്ട് എഴുതിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടതായിട്ടുള്ള പ്രിപ്പറേഷൻ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഒരു ജോലി നിങ്ങളുടെ കയ്യിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തുക. നല്ലൊരു ജോലി നേടാനായിട്ടുള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവട്ടെ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു കാര്യം മനസ്സിലാക്കി നിങ്ങൾ അപ്ലൈ ചെയ്യുക. നിങ്ങളുടെ പ്രിഫറൻസ് കൊടുക്കേണ്ടത് ഈ ഒരു രീതിയിലാണ്, കംപ്ലീറ്റ്ലി നിങ്ങളുടെ കയ്യിലാണ്. പക്ഷെ അതെല്ലാം മനസ്സിലാക്കി വാക്കൻസിയും സോണും എല്ലാം കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ട് ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യുക. ഒരു തെറ്റും വരുത്തരുത്. നിങ്ങളുടെ ലൈഫ് ലോങ് കരിയറായിട്ട് മാറാനുള്ള ഒരു സാധനമാണ്. അപ്പോൾ അതെല്ലാം ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.